ഹലോ ഫ്രണ്ട്സ്, തന്നെയാണ് കൂടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് കാണുന്ന കൂട് കണ്ടില്ലേ, ഇതിൻ്റെ മേൽക്കൂരിൻ്റെ പണി തീർത്തില്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിലേക്ക് വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കിയത് ചെറിയ രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേൽക്കൂരൻ്റെ പണിയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ കൂടിൻ്റെ മേൽഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിനകത്ത് പലക കഷ്ണം, അതായത് പട്ടിക കഷ്ണം അടിച്ച് വെച്ചതാട്ടോ. അതായത് ഇതാ കണ്ടില്ലേ, ഇതൊരു 6-6.5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ കഷ്ണം മേലോട്ടുള്ളത്. ഇത് നമ്മൾ ഇവിടുത്തെ ഹോളിലേക്ക് കട്ട് ചെയ്തിട്ട് ചതുരത്തിലാക്കിയിട്ട് ഇറക്കി കേട്ടോ. അതാ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. തൊട്ട് വയ്യിൽ ഇതാ 2 ഇഞ്ച് ഹൈറ്റിലാട്ടോ ഇറക്കിയിട്ടുള്ളത്. ബാക്ക് ഭാഗത്ത് നമ്മളെ തള്ളക്കോഴി ഇതാ ഇവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി, അപ്പോൾ അതിൻ്റെ സങ്കടത്തിലിരിക്കുകയാണ് പാവം. അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി വിലങ്ങനെ താഴത്തേക്ക് വെക്കണം കഷ്ണങ്ങൾ, അതിൻ്റെ വർക്കപ്പോൾ ചെയ്യാനുള്ളത്. അത് കവുങ്ങ് നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കവുങ്ങ് വീണ് നടന്നപ്പം ഇനി അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ. എന്നിട്ട് പിന്നെ പട്ടിക അടിച്ച് കൊടുത്ത് സെറ്റാക്കിയതാണ്. ഇനി ബാക്കി വിലങ്ങനെ ഇടാനുള്ള കവുങ്ങിൻ്റെ പരിപാടി നമുക്ക് നോക്കുക. അപ്പോൾ നമ്മൾ കവുങ്ങിൻ്റെ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മുറിച്ചെടുത്ത് അവിടെ നിന്ന് കേട്ടോ. അവിടെ കവുങ്ങ് വീണെടുക്കുന്ന കണ്ടില്ലേ, കഴിഞ്ഞ കാറ്റിൽ വീണതാണ്, വേനൽമഴയുടെ കാറ്റിൽ വീണ കവുങ്ങ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്നാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്, സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് 4-5 കഷ്ണമാക്കി കീറി എടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ വെട്ടി ചീന്തി സെറ്റാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ചീന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 3-4 എണ്ണം ചീന്താനും ഉണ്ട്. അപ്പം അതിൻ്റെ പണി നോക്കുക. അപ്പോൾ എല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മതിയാവോ എന്നുള്ളത് നമുക്ക് കൊണ്ടുപോയി നോക്കുക. നമ്മൾ കോഴിക്കുട്ടികൾ കാണണ്ട കേട്ടോ, അതാ ഇരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളെല്ലാം മേഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മേഞ്ഞ് വെച്ചിട്ടുണ്ട്. 7 കഷ്ണമാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് കേട്ടോ. നമ്മളൊരു ഏകദേശം കണക്കിലാണ് 7 എണ്ണം എടുത്ത് വെച്ചത്. 7 എണ്ണം കറക്റ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ കെട്ടൊക്കെ കെട്ടി, ചിലയിടത്ത് കമ്പി വെച്ചാൽ കെട്ടിയിട്ടുള്ളത്, ചിലയിടത്ത് കയറൊക്കെ വെച്ചാൽ കെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തെങ്ങിൻ്റെ പട്ടല്ലേ അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ വിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ പട്ട വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഡയറക്റ്റ് പ്ലാസ്റ്റിക് തന്നെ ആകുമ്പോൾ പ്രശ്നമാണ്. പ്ലാസ്റ്റിക്കോ ഫ്ലെക്സോ വാങ്ങണം, വാങ്ങിയില്ല പോയി വാങ്ങി കൊണ്ടുവരണം. ഇപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ മട്ടലിടണം. ഇനി മട്ടൽ കട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കണ്ടിട്ട് മേൽക്കൂരും കൂടെ വന്നപ്പോൾ അടിപൊളിയായി. ശരിക്കും നമ്മൾ തകരത്തിൻ്റെ ഷീറ്റ് ഇടുകയാണെങ്കിൽ അടിപൊളി ലുക്ക് ആയിരിക്കും. പക്ഷേ തകരത്തിൻ്റെ ഷീറ്റ് ഇട്ട് എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാടിക്കും. മഴ വരുമ്പോൾ പട്ടപടാന്ന് പറഞ്ഞ് വീണിട്ട് ഭയങ്കര ഒച്ചയായിരിക്കും. അപ്പോൾ കോഴികൾക്കൊക്കെ രാത്രി എന്തെങ്കിലും പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് അറിയാൻ പറ്റില്ല. നേരം വെളുത്ത് വന്ന് നോക്കുമ്പോഴേക്കും അവസ്ഥ കാണുക. അപ്പോൾ വളരെ മോശമായിരിക്കും. ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓലമേൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് തെങ്ങുംപട്ട മേഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, തെങ്ങുംപട്ട മേഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പട്ടയും കൂടെ കിട്ടിയാട്ടണം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഫില്ല് ചെയ്യാൻ. ബാക്കി സൈഡൊക്കെ ഓക്കെയാണ്. കണ്ടില്ലേ, ഇതിട്ടപ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല തണലായി. എന്താ പറയുക, ഒരു ചൂട് കുറഞ്ഞൊരു ഫീൽ അറിയാണ്ട് ഇവിടെ തെങ്ങിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ. മറ്റ് പ്ലാസ്റ്റിക്കാണ് ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മുടിഞ്ഞ ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ നമുക്കങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ ഉള്ളിൽ കുറച്ച് കാടുമ്പോൾ എന്തൊക്കെ കയറിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. വലിയ പ്രശ്നം കാര്യങ്ങളിലൊന്നുമല്ല. ഇനി ബാക്കി പരിപാടി നോക്കുക. നമ്മൾ പ്ലാസ്റ്റിക്കും വലിച്ചിട്ടിട്ടോ. കണ്ടില്ലേ, പ്ലാസ്റ്റിക്കും കൂടെ ഇട്ടപ്പം അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. മുകളിലിട്ട് തല്ലിപ്പൊളി പ്ലാസ്റ്റിക് ആട്ടോ, അതായില്ല. ഇപ്പം നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അടിപൊളി പ്ലാസ്റ്റിക് ഇടും. അപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാസ്റ്റിക്കാണ് വലിച്ചിട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ ഓല ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഇട്ടാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓല അതിൻ്റെ മുകളിലിടുകയാണെങ്കിൽ ഷീറ്റ് കീറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓലേൻ്റെ മേലെ കൂടെ താഴോട്ടേക്ക് ലൈനായിട്ട് പ്ലാസ്റ്റിക് ഇട്ട്. കണ്ടില്ലേ,
അതാ സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ചെരിവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? അത്യാവശ്യം എന്താ പറയുക, നല്ല ഏരിയ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പം ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മഴ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മളിതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. തകരത്തിൻ്റെ ഷീറ്റ് ചിലപ്പോൾ വാങ്ങും. അതിൻ്റെ മുകളിൽ ഓലിട്ട് കഴിഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാവില്ലല്ലോ മഴ പെയ്യുന്നതിൻ്റെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മതിയാവും. അങ്ങനെയാണെങ്കിൽ 2 ഷീറ്റ് വാങ്ങേണ്ടി വരും, നേരെ ക്രോസിലിടേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് നല്ല ചൂടിനൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല.